ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വാസ് ഉണ്ടാക്കാവേ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ഡിസൈന് ന്യൂസ് പേപ്പറിൽ കട്ടാക്കി എടുത്തിട്ട് അത് കാർഡ്ബോർഡിലൊന്ന് വരച്ചെടുക്കാം. ഞാനിതിങ്ങനെയാണ് വാസ് ഒന്ന് കട്ടാക്കി എടുത്തേക്കുന്നത്. നടുക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പും വരുന്നുണ്ട്. വരച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ടാക്കി എടുക്കാം. കട്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. അത് നമുക്കിത് ജസ്റ്റ് ഒരു മൗൾഡ് പോലെയാണ് ഇത് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് അങ്ങനെ കട്ടാക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനായിട്ട് വേണമെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ ഡിസൈനായിട്ട് വേണമെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മേലെ കുറച്ച് വെള്ളം നനച്ചിട്ട് ആ മുകളിലത്തെ ആ പേപ്പർ മാത്രം ഇങ്ങനെ വലിച്ചെടുത്താൽ ഈ ഡിസൈന് കിട്ടും. നമ്മൾ നടുക്കത്തെ ഹാർട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുറമേലത്തെ വാസിൻ്റെ ഷേപ്പിലുള്ളതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. വാസിൻ്റെ ചുറ്റിനും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു റോള് വേണേ. റോള് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുഴച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എല്ലാം ഫില്ലാകുന്ന പോലെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. മോൾഡിൽ ഫുള്ള് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കൊട്ടി കൊടുക്കണേ. കാർഡ്ബോർഡ് സൈഡിൽ പിടിച്ചിട്ട് കൊട്ടി കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ എയർ ഫില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോളും. ശരിക്കും ഒന്ന് സെറ്റാവും. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചത് അതൊന്ന് പൊളിച്ചെടുക്കാം. പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് കാർഡ്ബോർഡ് പീസസിൻ്റേത് ഇത് പൊടി പോലെ ഉണ്ടാകും. അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താലും മതി, അത് പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ പേപ്പർ എടുത്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കാം. റഫുള്ള സ്ഥലത്തും ലെവലാകേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് ഉരച്ചു കൊടുത്താൽ നല്ലോണം ഒന്ന് സ്മൂതനാക്കി എടുക്കാം നമുക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ കൂടുതൽ ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ. കുറച്ച് കൊടുത്തിട്ട് നമുക്കിനി പെയിൻ്റ് അടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈനിൽ പെയിൻ്റ് അടിച്ചെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റെഡ് ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.